ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 5ാം ക്ലാസ്സിലെ മക്കളെ, നമുക്ക് 5ാം ക്ലാസ്സിൽ മലയാളം ഫസ്റ്റിൽ യൂണിറ്റ് 5 പഠിക്കാനുള്ള മനോഹരമായൊരു ചാപ്റ്റർ ഉണ്ട്. അരവിന്ദാക്ഷൻ എഴുതിയ മരങ്ങളുടെ ഭാഷ എന്ന് പറയുന്ന ഒരു സുന്ദരമായ കഥ അല്ലേ. മരങ്ങളുടെ ഭാഷ. മരങ്ങൾ സംസാരിക്കും മക്കളെ, മനുഷ്യന്മാർ സംസാരിക്കും, മൃഗങ്ങളൊക്കെ സംസാരിക്കും, അവരാംഗ്യ ഭാഷയോ അല്ലെങ്കിൽ അവരുടേതായ ശബ്ദത്തിലൊക്കെ സംസാരിക്കും അല്ലേ. എന്നാൽ ഈ മരങ്ങൾ സംസാരിക്കുമോ? മരങ്ങൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുമല്ലേ? തരുമെന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. മരങ്ങളെ പ്രകൃതി നമ്മോട് സംസാരിക്കും. പ്രകൃതി തൻ്റെ ചിറക് വിടർത്തിക്കൊണ്ട് പ്രകൃതി നമ്മോട് സംസാരിക്കുമെന്ന് നമ്മെ പറഞ്ഞ് ബോധ്യമാക്കുന്ന മനോഹരമായ കഥയാണ് അരവിന്ദാക്ഷൻ്റെ മരങ്ങളുടെ ഭാഷ എന്ന് പറയുന്ന കഥ. ഇപ്പം നമ്മൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ മക്കളെ, ഈ പാഠഭാഗം നമ്മോട് പറയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് പ്രകൃതിയിലേക്ക് നമ്മൾ തിരികെ പോകണം. പ്രകൃതിയുടെ പുതിയ ജീവനിലേക്ക്, പ്രകൃതിയിലെ പുതിയ ബന്ധങ്ങളിലേക്ക്, പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠമാണ് മരങ്ങളുടെ ഭാഷ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ ഒരു ചാപ്റ്റർ അങ്ങ് സെറ്റാക്കാൻ പോവുകയാണ്. പലരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഈ ചാപ്റ്ററും ഇതുമായി അനുബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ അങ്ങ് പഠിച്ചെടുക്കാൻ പോവാണ്. അപ്പം നോക്കാം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക്. മരങ്ങളുടെ ഭാഷ. കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ നട്ടു നനച്ചു വളർത്തിയവയും വളപ്പിൽ താനേ മുളച്ചു വന്നവയും അല്ലേ. ഇപ്പോൾ ഒരു കുട്ടിയാണ് കഥാപാത്രം, ഒരു അച്ഛനാണ് കഥാപാത്രം. അപ്പം മക്കളെ, കഥാപാത്രങ്ങൾ രണ്ടാളായി. ആരൊക്കെയാണ്? ഒരു കുട്ടി, പിന്നെയോ അച്ഛൻ. ഒരു കുട്ടിയും അച്ഛനുമാണ് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു കുട്ടിയും അച്ഛനുമാണ് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളായി ഇവിടെ കടന്നു വരുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഇട്ട് നോക്കുക. അതായത് ഒരു അച്ഛനും കുട്ടിയും തമ്മിൽ ഒരു സൗഹൃദ ബന്ധമുണ്ട്. ആ അച്ഛൻ തൻ്റെ പറമ്പിൽ ചെടികൾ നട്ടു നനയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഈ കുട്ടി പിറകെ പോകും, അച്ഛനോട് സംസാരിക്കും. ധാരാളം സസ്യങ്ങളുള്ള ഒരു വലിയ വീട്. ആ വീട്ടിലെ പറമ്പിൽ വെച്ചാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഒരു നാൾ തൊടി എന്ന് പറഞ്ഞാൽ പറമ്പ് അല്ലേ, നമ്മുടെ മുറ്റം, പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ പരിസരം എന്ന് പറയും. ഒരു നാൾ തോട്ടത്തിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. കയ്പക്ക് ഇഷ്ടമാണ്. കയ്പ ഉപ്പേരി കൂട്ടുന്ന കയ്പക്ക നമ്മുടെ മുതിർന്ന ആൾക്കാരൊക്കെ ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ നല്ല ഗുണമുള്ള സാധനമല്ലേ, കയ്പാണ് അതിന്. എനിക്ക് മധുരമാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഒരു നാൾ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവളെ. കയ്പയുടെ കല്യാണമാണോ പന്തലിടാൻ? അല്ല, പിന്നെന്താണ്? ആ വള്ളിക്ക് പടർന്നു കയറാൻ വേണ്ടി പന്തലിട്ട് കൊടുക്കുന്ന തിരക്കിലായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. ആ അച്ഛനെ ഈ മകള് ശ്രദ്ധിച്ച് നോക്കുന്നതായിരുന്നു. അച്ഛൻ എന്താ ഈ കാട്ടണേന്ന് ആ മകൾ നോക്കി നിൽക്കുകയാണ്. കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അല്ലേ. ആ കയ്പവള്ളികളെ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിൽ പുഴുക്കളുണ്ടോ എന്ന് നോക്കുകയായിരുന്നു ആര്? അച്ഛൻ. ആ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛനെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഈ പച്ചക്കറികളോട് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു കൊണ്ട് ആ കയ്പവള്ളികൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അച്ഛൻ. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്, പുഴുക്കളും ആ പച്ചക്കറി തോട്ടങ്ങളും അച്ഛനും തമ്മിൽ. അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചോദിച്ചു, അച്ഛൻ ഈ കുട്ടിയോടല്ല സംസാരിക്കുന്നത്. ആ കുട്ടിക്ക് മനസ്സിലായി അല്ലെ, അച്ഛൻ പിന്നെ ആരോടാണ് സംസാരിക്കുന്നതെന്ന ചോദ്യമായി കുട്ടിക്കത് മനസ്സിലായി. കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ് അല്ലേ. ഇതാണ് ആ തോട്ടം, കണ്ടോ, മനോഹരമായൊരു തോട്ടം കണ്ടോ, അച്ഛനും മകളും നമ്മൾ നിൽക്കുന്ന മനോഹരമായ തോട്ടം. അപ്പോൾ കുട്ടി ചോദിച്ചു, അച്ഛാ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? അച്ഛൻ ആരോടാ വർത്തമാനം പറയണത്? കുട്ടി ചോദിച്ചു, അച്ഛാ നിങ്ങൾ ആരോടായി സംസാരിക്കണേ? കുട്ടി ചോദിച്ചു, ഈ തോട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛനോട് സംസാരിക്കാൻ, പിന്നെ അച്ഛൻ എന്നോടല്ലാതെ മറ്റാരാണ് ഇവിടെ ഉള്ളത്? അച്ഛൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന ചോദ്യമായി കുട്ടി അച്ഛനോട് ചോദിച്ചു. അതിന് അച്ഛൻ്റെ മറുപടി, ഇതാ ഈ കയ്പവള്ളിയോട്. അച്ഛൻ മറുപടി പറയാണ്, ഇതാ ഈ കയ്പവള്ളിയോടാണ് പ്രിയപ്പെട്ട മകളെ ഞാൻ സംസാരിച്ചിരുന്നത്. ഈ കയ്പവള്ളിയോടാണ് ഞാൻ സംസാരിച്ചതെന്ന് അച്ഛൻ മറുപടി കൊടുത്തു. അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവോ അല്ലേ? അച്ഛനീ പറയണത് ഈ കയ്പവള്ളിക്ക് മനസ്സിലാവോ എന്ന് അച്ഛനോട് ഈ മകൾ ചോദിച്ചു. അച്ഛനീ പറയുന്നത് കയ്പവള്ളിക്ക് മനസ്സിലാവോ എന്ന് അച്ഛനോട് ഈ മകൾ ചോദിക്കുകയാണ്. അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവും എന്ന് തന്നെ അച്ഛൻ തിരിച്ച് മറുപടി പറയും അല്ലേ. നോക്കാം നമുക്ക്. എന്താ സംശയം?
ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും. ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും ഈ കയ്പവള്ളി പറയുന്നത് എനിക്കും മനസ്സിലാവും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ ഹൃദയബന്ധത്തെയാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാനായി സാധിക്കുക. 4 ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു. 4 ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ദേ എനിക്ക് മുകളിലോട്ട് കയറണം. അല്ലേ, 4 ദിവസം മുമ്പ് ഈ വള്ളി ഇങ്ങനെ ആടി നിൽക്കുകയാണ്. അപ്പോൾ ഈ വള്ളി അച്ഛനോട് പറയുകയാണ്, അച്ഛാ എനിക്ക് മുന്നോട്ട് പോകണം, മുകളിലോട്ട് കയറണം, എനിക്കൊരു പന്തലിട്ട് തരാൻ. അങ്ങനെ ഈ കയ്പവള്ളി പറഞ്ഞനുസരിച്ചാണ് ഈ അച്ഛൻ ഈ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്നത്. അപ്പം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സംസാരം, ഒരു ബന്ധം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങുകമ്പ് കുത്തി കൊടുത്തു. മോള് കണ്ടോ, കയ്പവള്ളി സ്പ്രിങ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത്. ഈ കയ്പവള്ളി എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മുകളിലോട്ട് കയറണം, ഒരു പന്തലിട്ട് തരാൻ. അങ്ങനെ കയ്പവള്ളി പറഞ്ഞ അനുസരിച്ച് അച്ഛൻ മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു പന്തലിട്ട് കൊടുക്കുകയാണ് ഈ കയ്പവള്ളിക്ക്. അങ്ങനെ ആ കയ്പവള്ളി മുകളിലോട്ട് മേലോട്ട് ഇങ്ങനെ കയറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത്? അപ്പം മകൾ ചോദിച്ചു, അച്ഛാ ഇപ്പോൾ അച്ഛൻ എന്താ ഈ വള്ളിയോട് പറഞ്ഞത്? ഇപ്പോൾ അച്ഛൻ എന്താണ് ഈ വള്ളിയോട് പറഞ്ഞതെന്നാണ് ഈ കയ്പവള്ളിയും അച്ഛനും നമ്മുടെ സംഭാഷണത്തിനിടയിൽ ഈ മകൾ അച്ഛനോട് ചോദിക്കുന്നത്. അല്ലെ, കണ്ട ഈ മകൾ കണ്ടോ, കയ്പവള്ളി ഇങ്ങനെ കണ്ടോ മക്കളിങ്ങനെ. കയ്പവള്ളി ഇതാണ് ഈ കാഴ്ച, മനോഹരമായ ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം. ഞാൻ പറഞ്ഞു, മിടുക്കി, കമ്പ് മതിയാവുന്നില്ല അല്ലേ, നിനക്ക് സുഖമായി കയറിക്കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്നല്ലേ. മിടുക്കി, നിനക്ക് കയറ് മതിയാവൂല അല്ലേ, ഇത് നിനക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി ഞാൻ ഒരു പന്തൽ കൂടി കെട്ടിത്തരാമെന്ന കാര്യമാണ് ഈ കയ്പവള്ളിയും അച്ഛനും സംസാരിച്ചതെന്ന് ഈ മകൾക്ക് മനസ്സിലായി. പുഴു, കള്ളത്തരം, പച്ചക്കള്ളം മകൾ പറഞ്ഞു. ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല, നമ്മുടെ മലയാളവും അറിയില്ല അല്ലേ. ഈ മകൾ പറയാണ്, പുഴു, തട്ടിപ്പ്, കള്ളം, ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല, നമ്മുടെ മലയാളവും അറിയില്ല അല്ലേ. ചെടികൾക്ക് മിണ്ടാൻ പറ്റുമോ അച്ഛാ? ചെടികൾക്ക് നമ്മുടെ മലയാളം, നമ്മുടെ ഭാഷ അറിയോ? അച്ഛൻ എന്ത് കള്ള, എന്ത് വെടിൽസ വിടുന്നത്? അച്ഛനും ചെടികളും സംസാരിക്കുന്നുണ്ട് എന്നാ ഈ മകൾ പറയാണ്. അച്ഛനും ചെടികളും ഒരിക്കലും സംസാരിക്കില്ല, ചെടികൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത്. ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്നല്ലേ? അച്ഛൻ ചോദിച്ചു, ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന്? ചെടികൾ സംസാരിക്കും, നല്ല പോലെ സംസാരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. നീ ഒന്ന് മേലോട്ട് നോക്ക്, പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ? അല്പം തല ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ? നീ നോക്ക്, പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ടോ? പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്, നീ കാണുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു. അല്പം തല ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ? ഈ തെങ്ങും പ്ലാവും കൂടി സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയോ മോളെ? അത് എനിക്കറിയാമെന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ ബന്ധം, ഒരു അഭേദ്യമായ ബന്ധം ഈ ചാപ്റ്ററിലൂടെ കാണാൻ സാധിക്കും. പ്രകൃതിക്കും സംസാരിക്കാൻ കഴിവുണ്ട്, അതിന് പ്രകൃതിയുടെ ഭാഷ നമ്മൾ അറിയണം, പ്രകൃതിയെ സ്നേഹിക്കണമെന്ന വലിയ കാര്യമാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. ആവോ, എനിക്കറിയില്ല, മകൾ മറുപടി പറഞ്ഞു. ഈ തെങ്ങും പ്ലാവും എന്താ സംസാരിക്കാനാ? അങ്ങനെയൊന്നുമില്ല, അത് എനിക്കറിയില്ല എന്ന് മകൾ പറഞ്ഞു. എന്നാൽ കേട്ടോ, തെങ്ങു പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ. തെങ്ങു പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാണ്. അച്ഛൻ പറയാണ്, തെങ്ങും പ്ലാവും സംസാരിക്കുകയാണ്. അപ്പോൾ തെങ്ങ് മറുപടി പറയാണ്, ഉപദ്രവിക്കാൻ വരല്ലേ എന്ന മറുപടിയാണ് തെങ്ങ് കൊടുക്കുന്നതെന്ന്. കുട്ടിക്ക് ചിരി വന്നു, കുട്ടി ചിരിച്ചു. ഈ അച്ഛൻ എന്താ പറയുന്നത്? തെങ്ങും പ്ലാവും സംസാരിക്കുമോ അച്ഛാ? കുട്ടി ചിരിച്ചു. അച്ഛൻ ചുമ്മാ പറയുന്നതാ അല്ലേ, അച്ഛൻ ചുമ്മാ പറയുന്നതാ, ഈ തെങ്ങും പ്ലാവും ഒരിക്കലും സംസാരിക്കൂല എന്ന് കുട്ടി മറുപടി പറഞ്ഞു. എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക്, ശരിയല്ലെന്ന് അല്ലേ. എന്നാൽ നീ തന്നെ തെങ്ങിനോടും ചോദിച്ചു നോക്ക്, ശരിയാണോ അല്ലോ എന്ന് കുട്ടിയോട് അച്ഛൻ മറുപടി പറഞ്ഞു. എങ്കിൽ പറയൂ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയേണ്ടത് അല്ലെ? മകൾ പറഞ്ഞു, എങ്കിൽ അച്ഛാ പറ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ പപ്പായ മരം അല്ലേ, ഈ പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണേ? തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ പപ്പായ മരം മുകളിലേക്ക് നോക്കി എന്ത് കാര്യമാണ് പറയുന്നതെന്ന് അച്ഛാ പറയുക എന്നാണ് ഈ മകൾ അച്ഛനോട് പറയുന്നത്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു. സംഭാഷണം ശ്രദ്ധിക്കാനെന്ന മട്ടിൽ അല്ലേ. എന്താണ്? അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി, അച്ഛൻ മെല്ലെ കൈവിരൽ ഇങ്ങനെ ചുരുട്ടി, എന്നിട്ട് എന്താണ്? ആ ചെവിക്ക് പിറകിൽ പിടിച്ചു. സംഭാഷണം ശ്രദ്ധിക്കാനെന്ന മട്ടിൽ. എന്നിട്ട് പറഞ്ഞു, നാ കേൾക്കുന്നുണ്ട്, എന്താണെന്നോ? ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ, വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ അല്ലേ. ചേച്ചിയുടെ
തണലിൽ നിൽക്കാൻ നല്ല സുഖ, വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ, എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറയ്ക്കല്ലേ, ഓലക്കൈയിലൂടെ കുറേ വെള്ളം എനിക്കും വിട്ടു തരണേന്ന്. അതിന് തെങ്ങു പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ? അല്ലേ, ഈ മകള് ചോദിച്ചു, അച്ഛൻ ഇത്രയും ഈ സസ്യങ്ങളെ ഭാഷ പരിചയമുണ്ടെങ്കിൽ ഈ തെങ്ങും പ്ലാവും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ പപ്പായ മരം എന്തായിരിക്കാം തെങ്ങിനോട് പറയുന്നതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു മകള്. അപ്പം അച്ഛൻ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, ഈ പപ്പായ മരം തെങ്ങിനോട് പറയാണ്, നിൻ്റെ വലിയ ഇലകൾ വെച്ചിട്ട് സൂര്യപ്രകാശം മറക്കല്ലേ എന്ന് പറഞ്ഞു. അല്ലേ, അതാണ് ഈ പപ്പായ മരം ഈ തെങ്ങിനോട് പറയുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അവൾ അതിന് മറുപടിയായി, അത് തെങ്ങു പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ? ഈ പപ്പായ മരം തൻ്റെ ഇലകൾ വെച്ച് തെങ്ങിനോട് പറയാണ്, നിൻ്റെ ഇലകൾ വെച്ച് എനിക്ക് കിട്ടേണ്ട സൂര്യപ്രകാശം മറക്കല്ലേ എന്ന് ഈ പപ്പായ മരം ചോദിച്ചപ്പോൾ ഈ തെങ്ങ് എന്ത് മറുപടിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അച്ഛൻ ഈ മകളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മകൾ പറയാണ്, അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്കു പിറകിൽ കുമ്പിൾ കുത്തി, എന്നിട്ട് സാവധാനം പറഞ്ഞു. അവൾ അച്ഛനെ അനുകരിച്ചുകൊണ്ട് കൈപ്പത്തി കൊണ്ട് ചെവിക്കു പിറകിൽ കുമ്പിൾ കുത്തി, എന്നിട്ട് സാവധാനം പറഞ്ഞു. അല്ലെ, അനിയത്തി ഈ മകള് എന്ത് ചെയ്യാണ്, ഈ ഒരു തെങ്ങിൻ്റെ ചെവി ഇങ്ങനെ വെച്ച് തെങ്ങ് എന്താ പറയുന്നത് കേട്ടു. എന്നിട്ട് അച്ഛനോട് പറയാണ്, അനിയത്തി പേടിക്കേണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. അല്ലേ, ഈ തെങ്ങിനോട് പപ്പായ മരം പറഞ്ഞു, നിൻ്റെ വലിയ ഇല കൊണ്ട് എനിക്ക് കിട്ടേണ്ട സൂര്യപ്രകാശം നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ തെങ്ങ് എന്ത് മറുപടി ആയിരിക്കും ഈ പപ്പായ മരത്തിന് കൊടുത്തിട്ടുണ്ടാവും എന്ന് അച്ഛൻ മകളോട് ചോദിച്ചു. അപ്പം മകൾ പറയാണ്, അനിയത്തി പേടിക്കേണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. എന്താ മറുപടിയാണ് തെങ്ങ് നമ്മുടെ പപ്പായ മരത്തിന് കൊടുത്തതെന്ന് മകൾ പറഞ്ഞു. അച്ഛൻ മോളെ അഭിനന്ദിച്ചു. മിടുക്കി, അച്ഛൻ മോളെ അഭിനന്ദിച്ചു. ബേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ മനസ്സിലായി. അല്ലേ, അച്ഛൻ മോളെ അഭിനന്ദിച്ചു. ബേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ മനസ്സിലായി. അപ്പം മോൾക്കും മരങ്ങളുടെ ഭാഷ മനസ്സിലായല്ലേ. അരവിന്ദാക്ഷൻ എഴുതിയ പ്രകൃതി ഒരു സ്നേഹിത എന്ന സദാസമാഹാരത്തിലെ കഥയാണ് ഏത് മക്കളെ, നമ്മൾ പഠിച്ച മരങ്ങളുടെ ഭാഷ. അപ്പം പ്രകൃതിയുടെ ഭാഷ ഒരു അച്ഛൻ മനസ്സിലാക്കി തൻ്റെ അച്ഛൻ തന്നെ മകളെയും പഠിപ്പിക്കുകയാണ് പ്രകൃതിയുടെ ഭാഷ, മരങ്ങളുടെ ഭാഷ. അപ്പോൾ പ്രകൃതി സ്നേഹം, പ്രകൃതിയോടുള്ള നമ്മൾ അഭേദ്യമായ ബന്ധം എല്ലാം നമ്മൾ ഉണ്ടാകണമെന്ന വലിയ ആശയം, വലിയ അർത്ഥം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ അച്ഛൻ കഥാപാത്രമായി കടന്നു വരുന്നു. അച്ഛൻ സ്നേഹത്തോടു കൂടി കയ്പ വല്ലരിയോടും തെങ്ങിനോടും പിന്നെന്താണ് നമ്മുടെ പപ്പായ മരത്തിനോടും പ്ലാവിനോടും ഒക്കെ സംസാരിക്കുകയാണ്. ഇത് കണ്ട് മകൾ ചോദിക്കുകയാണ്, അച്ഛാ ഈ മരങ്ങളൊക്കെ സംസാരിക്കുമോ, സസ്യങ്ങൾ സംസാരിക്കും? അച്ഛൻ പറഞ്ഞു, അവയ്ക്കും ഭാഷയുണ്ട്, അവയും സംസാരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്കും ആ ഭാഷ കേൾക്കണമെങ്കിൽ മനസ്സിലാവണമെങ്കിൽ നീയും സംസാരിച്ച് നോക്കിയെന്ന്. അവസാനം ഈ മകളിലേക്കും എത്തുകയാണ് മരങ്ങളുടെ ഭാഷ. ഈ മകളും ആ മരങ്ങളുടെ ഭാഷ, സസ്യങ്ങളുടെ ഭാഷ തിരിച്ചറിയുന്നതാണ് നമ്മൾ പഠിക്കുന്ന ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ സെറ്റല്ല മക്കളെ, നമ്മൾ ഈ പാഠം പഠിച്ചില്ല. ഇപ്പോൾ പ്രകൃതിയിലേക്ക് മനുഷ്യൻ ഇറങ്ങിച്ചെല്ലണമെന്ന മഹത്തായ ആശയം ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത്. കയ്പവള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു. മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉറക്കം വരുന്നേയില്ല. ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. നിങ്ങളും ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതി നോക്കൂ. അല്ലേ, ഏത് ഡയറിയാണ്? ഈ മകള് ആ ദിവസത്തായ അനുഭവങ്ങളെ വെച്ച് എഴുതിയ ഒരു ഡയറി. അല്ലെ, ചോദ്യം കൃത്യമായി വായിച്ചു നോക്കണം. എന്താണ് ഡയറിയിൽ എഴുതേണ്ടത്? പകലുണ്ടായ കാര്യങ്ങൾ, ഈ കുട്ടി ആ തൊടിയിൽ വെച്ച് ആ ഒരു പറമ്പിൽ വെച്ച് അനുഭവിച്ച അനുഭവങ്ങൾ, ആ മരങ്ങളുമായി സംസാരിച്ച ആ ഒരു അനുഭവം വെച്ചിട്ട് ആ കുട്ടി എങ്ങനെയായിരിക്കും ഒരു ഡയറി എഴുതുക നോക്കാം നമുക്ക്. ഇപ്പോൾ ഡയറി എഴുതുമ്പം ഡേറ്റ് വേണം, പിന്നെന്താണ് ദിവസം വേണം. അല്ലേ, എന്നിട്ട് എന്താ എഴുതുക? ഇന്ന് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു, അല്ലെങ്കിൽ ദിവസമാണെന്ന് എഴുതാം. ഇന്ന് അച്ഛനോടൊപ്പം ഞാൻ തൊടിയിൽ പോയി. അവിടെ കുറേ പച്ചക്കറികളും മരങ്ങളും പൂത്തും കായ്ച്ചും നിൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അച്ഛനോടൊപ്പം തൊടിയിൽ പോയി. അവിടെ കുറേ മരങ്ങളുണ്ട്, കുറേ പച്ചക്കറികളുണ്ട്, അതിങ്ങനെ പൂത്തും കായ്ച്ചും നിൽക്കുകയാണെന്ന് മനസ്സിലായി. നല്ല രസമാണ് അവിടെ, നല്ല രസമായിരുന്നു അവിടെ എന്നാ പറയുന്നത്. നല്ല രസമായിരുന്നു അവിടെ. അച്ഛൻ എത്ര ശ്രദ്ധയോടെയും സ്നേഹത്തോടെയുമാണ് അവയെ പരിപാലിക്കുന്നത്. അല്ലെ, അവിടെ ഡയറിയിൽ അച്ഛൻ എത്ര ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടിയാണ് ഈ പച്ചക്കറികളെ, ഈ സസ്യങ്ങളെ പരിപാലിക്കുന്നതെന്ന് അവൾ എഴുതി. പിന്നെയോ, അച്ഛൻ അവയോട് സംസാരിക്കാറുണ്ട്. മരങ്ങളുടെ ഭാഷ അച്ഛൻ അറിയാം. അച്ഛൻ ഈ സസ്യങ്ങളോട് സംസാരിക്കാറുണ്ട്. ഈ സസ്യങ്ങളുടെ ഭാഷ, ഈ മരങ്ങളുടെ ഭാഷ അച്ഛൻ അറിയാമെന്ന് ഈ കൊച്ചുമിടിക്ക് പറയാണ്.
നമ്മളെപ്പോലെ അവയ്ക്കും വേദനകളുണ്ട്, സന്തോഷവും സങ്കടങ്ങളുമുണ്ട്. നമ്മെപ്പോലെ അവയ്ക്കും വേദനകളുണ്ട്, പിന്നെയോ സന്തോഷവും സങ്കടങ്ങളുമുണ്ട് എന്ന് പറയാണ്. അതൊക്കെ അറിഞ്ഞും സ്നേഹിച്ചുമാണ് നമ്മൾ ചെടികൾ വളർത്തേണ്ടത്. അതൊക്കെ അറിഞ്ഞും സ്നേഹിച്ചുമാണ് നമ്മൾ ചെടികളെ വളർത്തേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഈ തിരിച്ചറിവാണ് മരങ്ങളുടെ ഭാഷ അറിയുന്നതിലൂടെ അച്ഛൻ പറഞ്ഞു തന്നത് അല്ലേ? ഈ തിരിച്ചറിവ്, അതായത് പ്രകൃതിയുടെ ഭാഷ, പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ഭാഷ, ആ സ്നേഹബന്ധം എപ്രകാരമാകണമെന്ന തിരിച്ചറിവാണ് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുത്തതെന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കും ഈ പ്രകൃതിയോട് ഒരുപാട് ഇഷ്ടം തോന്നി. അവരുടെ ഭാഷ ഇപ്പോൾ എനിക്കും വശമായി. ഈ പ്രകൃതിയുടെ ഭാഷ ഇപ്പോൾ എനിക്കും വശമായി. ഈ പ്രകൃതിയുമായി എനിക്കും അടുത്തൊരു ബന്ധമുണ്ടെന്ന് പറയുകയാണ്. ഇത്രയും കാര്യം സംഭവിച്ചപ്പോഴേ എനിക്ക് പ്രകൃതിയുമായി ഇത്രയും അഭേദ്യമായ ബന്ധം പുലർത്താൻ സാധിച്ചു. അതിന് കാരണം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ഈ പ്രകൃതിയുമായി ഒരു ബന്ധം വെക്കാൻ, പ്രകൃതിയുമായി ഒരുപാട് ഇഷ്ടത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ചോദ്യം, അച്ഛൻ തൊടിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛൻ എന്താണ് തൊടിയിൽ ചെയ്തുകൊണ്ടിരുന്നത്? കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കുകയും ചെടികളോട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു അല്ലേ? അച്ഛൻ എന്താണ് ആ സമയം ചെയ്തത്? കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കുകയും ചെടികളോട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിക്കുകയും പിന്നെന്താണ് ആ പുഴുക്കളുണ്ടോ എന്ന് നോക്കുകയും നുള്ളി നീക്കുകയും ചെടികളോട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു അച്ഛൻ ചെയ്തത്. ഇപ്പോൾ തൊടിയിൽ, ആ പറമ്പിൽ, ആ പച്ചക്കറികളോട് ആത്മാർത്ഥമായി സംസാരിക്കുകയാണ് അച്ഛൻ ചെയ്തത്. ആ അച്ഛൻ്റെ ആ ഒരു ജീവിതം തന്നെയാണ് മകൾ മാതൃകയാക്കി എടുക്കുന്നത്. അടുത്തൊരു ചോദ്യം, അച്ഛൻ ആരോടാണ് സംസാരിച്ചിരുന്നത്? അച്ഛൻ തൊടിയിൽ ആരോടാണ് മക്കളെ സംസാരിച്ചിരുന്നത്? കയ്പവള്ളിയോട്. കയ്പവള്ളിയോട് മാത്രമല്ല, പിന്നെ ആരോടാണ്? നമ്മുടെ തെങ്ങിനോടും പ്ലാവിനോടും പിന്നെ പപ്പായ മരത്തിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കൂട്ടി എഴുതി ചേർക്കാം. കയ്പവള്ളി അച്ഛനോട് എന്താണ് പറഞ്ഞത്? ഈ കുട്ടി കാണുമ്പോൾ കയ്പവള്ളി അച്ഛനും നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ കയ്പവള്ളി എന്താണ് ആരോട് പറയുന്നത്? ഈ അച്ഛനോട് പറയുന്നത് എന്താണ്? എനിക്ക് മുകളിലോട്ട് കയറണം, എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം, ഇതെല്ലാമാണ് ചെടി അച്ഛനോട് പറഞ്ഞത്. അപ്പം എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം, ഇതെല്ലാമാണ് ചെടി അച്ഛനോട് പറഞ്ഞത്. അപ്പം ചെടിക്ക് മുകളിലോട്ട് കയറാനുള്ള, തഴച്ചു വളരാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തരണമെന്ന ആശയമാണ് ചെടികൾ അച്ഛനോട് പറഞ്ഞതെന്നാണ് ഇവിടെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നത്. അടുത്തൊരു ചോദ്യം, തെങ്ങ് പ്ലാവിനോട് എന്താണ് പറഞ്ഞത്? അല്ലേ? തെങ്ങ് പ്ലാവിനോട് എന്താ പറഞ്ഞത്? ഉപദ്രവിക്കാൻ വരല്ലേ എന്നാണ് തെങ്ങ് പറയുന്നത്. അല്ലെ, ഉപദ്രവിക്കാൻ വരല്ലേ എന്നാണ്, എന്നെ ഉപദ്രവിക്കല്ലേ പ്ലാവ് എന്നാണ് തെങ്ങ് പറയുന്നത്. അപ്പോൾ പ്രകൃതികൾ തമ്മിലുള്ള ഒരു സംസാരം, നമ്മൾ ചിന്തിക്കും ഇതൊക്കെ സ്വപ്നത്ത് നടക്കുന്ന കാര്യമാണോ? മരങ്ങളൊക്കെ സംസാരിക്കും, അവർ സംസാരിക്കും. അവരുടെ ഭാഷ നമുക്കറിയണമെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കണം, അവരോടൊപ്പം അവരുടെ ഒരാളായി നമ്മൾ മാറണം എന്നാണ് പറയുന്നത്. പ്രകൃതി ഒരു സ്നേഹിത എന്ന രചന ആരുടേതാണ്? അല്ലേ, പ്രകൃതി ഒരു സ്നേഹിത എന്ന രചന ആരുടേതാണ്? യു അരവിന്ദാക്ഷൻ്റെ രചനയാണ് പ്രകൃതി ഒരു സ്നേഹിത. മക്കളെ, ഈ പാഠത്തിന് ആസ്വാദന കുറിപ്പ് ചോദിക്കാം, ഡയറി ചോദിക്കാം, ഉപന്യാസം ചോദിക്കാം അല്ലേ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചിലപ്പോൾ കത്ത് ചോദിക്കാം അല്ലേ, നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് സുഹൃത്തിനൊരു കത്ത് തയ്യാറാക്കാൻ ചോദ്യങ്ങൾ വരും. അത്തരത്തിൽ പ്രകൃതിയുമായി മനുഷ്യൻ ഒരു അഭേദ്യമായ ബന്ധം പുലർത്തണമെന്നും പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു കഥയാണ് ഏത് മക്കളെ? മരങ്ങളുടെ ഭാഷ. അപ്പോൾ പ്രകൃതിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മണ്ണ് മലിനമാകുന്നുണ്ട്, എയർ പൊല്യൂഷൻ വരുന്നുണ്ട് അല്ലേ, പിന്നെ വായു മലിനീകരണം, കാട് കയ്യേറി റിസോർട്ടുകൾ പണിയുന്നു, മരങ്ങൾ വെട്ടിമാറ്റുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ കയറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രകൃതിയോടൊപ്പം ഇറങ്ങിച്ചെന്ന് പ്രകൃതിയിൽ ഒരാളായി അതിനെ സംരക്ഷിക്കണമെന്നും നമ്മൾ പ്രകൃതിയിലൂടെ നമ്മുടെ ജീവനെ പിടിച്ചു വെക്കണമെന്നും ഈ പാട്ട് കേട്ടിട്ട് ഇനി വരുന്നൊരു തലമുറയ്ക്കിന്നിവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഭൂമി ഇതേപോലെ മനോഹരമായി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ള മരങ്ങളുടെ ഭാഷ. അപ്പോൾ പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രകൃതിയുടെ സംസാരം അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ ചേർത്ത് പിടിച്ച് ഇനി വരുന്ന തലമുറയ്ക്ക് ഈ പ്രകൃതിയെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉഷാറായി പഠിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.